ഇപ്പോൾ സമ്പർക്കം വഴിയും സാമൂഹ്യ വ്യാപനം വഴിയും ലോകം മുഴുവൻ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് യാതൊരു പണച്ചെലവുമില്ലാതെ ഇത്തരം സമ്പർക്കത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതുമായ ഈ സമയത്ത് ഏറ്റവും അനിവാര്യവുമായ ഒരു സംവിധാനമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഏതൊരു സാധാരണക്കാർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഈ ഒരു സംവിധാനം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നാട്ടുകാരിലേക്കും എല്ലാം തന്നെ ഈ ഒരു സംവിധാനം എത്തിക്കുകയും ചെയ്യുക. എങ്കിലൊരു സംശയവും വേണ്ട, കോവിഡ്-19 വൈറസിനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്താൻ കഴിയും. നിലവിൽ ഒരുപാട് ആളുകളും സ്ഥാപനങ്ങളും ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ലെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ സിമ്പിൾ സംവിധാനം നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നതിന് പൊതുജനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥാപനങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാം. സ്ഥാപനം നടത്തുന്നയാൾ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഗൂഗിൾ ക്രോം ബ്രൗസർ വഴി institution.erekha.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന രജിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിന് താഴെയായി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ടൈപ്പ് ചെയ്യുക. അതിന് താഴെയുള്ള കാറ്റഗറിയുടെ കോളത്തിൽ നിന്ന് നിങ്ങളുടെ സ്ഥാപനം ഏത് വിഭാഗമാണോ അത് സെലക്ട് ചെയ്യുക. എല്ലാ വിഭാഗം സ്ഥാപനങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഷോപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്ത് അഡ്രസ്സിൻ്റെ കോളത്തിൽ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും ടൈപ്പ് ചെയ്യുക. പിന്നെ സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും നൽകുക. അടുത്തതായി പാസ്വേഡിൻ്റെ കോളത്തിൽ 4 അക്കമെങ്കിലുമുള്ള ഒരു പാസ്വേഡും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി താഴെ സേവ് പാസ്വേഡ് ചോദിക്കുന്നതിൽ സേവ് അമർത്തി വേണമെങ്കിൽ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇരേഖ പ്രൊഫൈലിൽ എത്താൻ പറ്റും. ഇവിടെ കാണുന്ന ഡൗൺലോഡ് QR കോഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഇരേഖ QR കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ തന്നെ പ്രിൻ്റ് എടുക്കാനും ഡൗൺലോഡിനും ഓപ്ഷനുണ്ട്. ഇവിടെ കാണിക്കുന്ന പ്രിന്റ് PDF എന്നതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു ഭാഗം പ്രിന്റ് എടുത്ത് സ്ഥാപനത്തിന്റെ പ്രവേശന കവാടത്തിൽ ഒട്ടിച്ചാൽ മാത്രം മതി. ഇത്രയും മാത്രമാണ് ഓരോ സ്ഥാപനങ്ങളും ചെയ്യേണ്ടത്. ഇനി സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമർ, അതായത് പൊതുജനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ സന്ദർശിക്കുന്ന സ്ഥാപനത്തിന്റെ കവാടത്തിലുള്ള ഈ ഒരു QR കോഡ് നമ്മുടെ ഫോണിലെ സ്കാനറോ ക്യാമറയോ ഓണാക്കിയിട്ട് സ്കാൻ ചെയ്യുക. ഇതൊക്കെ കണ്ടിട്ട് ഇതൊരു സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് മാത്രമുള്ള സംവിധാനമായിട്ട് കാണണ്ട, സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരെയും ഇതിൽ ഉൾപ്പെടുത്താനാകും. നമ്മൾ ആദ്യമായിട്ട് ഒരു ഇരേഖ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക ആ ഒരു ഇരേഖ വെബ് ആപ്ലിക്കേഷനിലേക്കുള്ള ലിങ്കാണ്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൈറ്റിലെത്താൻ പറ്റും. ഇവിടെ ഇരേഖയിലേക്കുള്ള ഷോർട്ട് കട്ട് ഹോം സ്ക്രീനിൽ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഓക്കെ കൊടുത്തേക്കുക. അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കുമ്പോൾ വളരെ ഉപകരിക്കും. അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ കാണാവുന്നതാണ്. അതിന് താഴെയുള്ള ചെക്ക് ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സംവിധാനം നമ്മുടെ ഫോണിൽ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സ്ഥാപനത്തിന് ചെയ്തതുപോലെ തന്നെ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ചെറിയൊരു പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്യാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഇതിലേക്ക് എത്താനുള്ള ലിങ്കും ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ചെക്ക് ഇൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ താഴെയായിട്ട് ചെക്ക് ഇൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു രജിസ്ട്രേഷൻ ഒറ്റ തവണ മാത്രം മതി. ഇനി നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ പോയാലും അവിടെയുള്ള QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്കാനർ ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിലുള്ള കോഡ് ടൈപ്പ് ചെയ്തോ ചെക്ക് ഇൻ ചെയ്യാം. അതായത് ഇനി നമ്മൾ നേരത്തെ ഹോം സ്ക്രീനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഷോർട്ട് കട്ട് ഓപ്പൺ ആക്കിയാൽ നേരെ ആപ്പിലെത്തും. അതിൽ നിന്ന് സ്കാൻ ചെയ്തുകൊണ്ട് ചെക്ക് ഇൻ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഞാനിപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ കൂടി വളരെ സിമ്പിളായിട്ട് ചെക്ക് ഇൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള ഡേറ്റും സമയവും അടക്കം ഈ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ നമ്മുടെ ഇരേഖ അക്കൗണ്ടിലും നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ ഇരേഖ അക്കൗണ്ടിലും സേവ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സാധാരണയായിട്ട് സ്ഥാപനങ്ങളിൽ സന്ദർശകരുടെ വിവരങ്ങൾ എഴുതുന്നതിന് പൊതുവായിട്ട് വെക്കുന്ന ബുക്കും പേനയും ഉപയോഗിക്കാൻ പലരും ഈ ഒരു വൈറസിനെ പേടിച്ച് മടിക്കാറുണ്ട്. എന്നാൽ ഇതിന് ആ വക ഒരു പേടിയുടെയും ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ഫോൺ ഉപയോഗിച്ച് ഒരു പ്രതലത്തിലും തൊടാതെ തന്നെ ഏത് സ്ഥാപനത്തിലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം.
നമ്മുടെ ഈ രേഖ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് മുകളിലുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വരുന്ന ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഡേറ്റും ടൈമും സഹിതം ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് അതിൻ്റെ മെനു ഓപ്പൺ ചെയ്ത് ഡാഷ്ബോർഡും ഓപ്പൺ ആക്കുക. അപ്പോൾ ഇന്നത്തെ സന്ദർശകരുടെ എണ്ണവും വിവരങ്ങളും കാണാൻ പറ്റും. ഏതെങ്കിലും രോഗികളുടെ റൂട്ട് മാപ്പിൽ സ്ഥാപനം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പോ പോലീസോ ഒക്കെ ആവശ്യപ്പെടുമ്പോൾ വിസിറ്റർ രജിസ്റ്ററിലുള്ള കലണ്ടർ ഓപ്പൺ ചെയ്ത് രോഗി സന്ദർശിച്ച ദിവസത്തെ മറ്റു സന്ദർശകരുടെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും അപ്പോൾ തന്നെ അവരെ ബന്ധപ്പെട്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് രോഗപകർച്ച തടയാനും കഴിയും. സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, റൂട്ട് മാപ്പിൽ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് നമ്മുടെ ഫോണിലുള്ള ഈ രേഖ ഹിസ്റ്ററി നോക്കിയിട്ടും നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോണും സ്മാർട്ട് ഫോണും ഒന്നുമില്ലാതെയാണ് സ്ഥാപനം സന്ദർശിക്കുന്നതെങ്കിൽ അവരുടെ വിവരങ്ങൾ ആഡ് ചെക്ക് ഇൻ ഓപ്ഷൻ വഴി ടൈപ്പ് ചെയ്തും നമുക്കിതിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ചെറുതും വലുതുമായ എല്ലാത്തരം സ്മാർട്ട് ഫോണിലും ഉപയോഗിക്കാവുന്ന ഈ ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഐബിൽ സോഫ്റ്റ്വെയർ ആൻഡ് കൺസൾട്ടൻസി എന്ന സ്ഥാപനമാണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ സമയത്ത് തികച്ചും അനിവാര്യമായ ഈ ഒരു സംവിധാനം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. താങ്ക്